2006-ലാണ് CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രകാശൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ പാർട്ടി വിടുന്നത്. CPIM-ന്റെ നയനിലപാടുകളിൽ പ്രതിഷേധിച്ചും ഒറ്റപ്പാലത്തെ സംഘടനാ പ്രശ്നങ്ങളുമാണ് പ്രകാശൻ മാസ്റ്റർ അടക്കമുള്ള ആളുകളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നത്. ഇത്തവണ വീരേന്ദ്രകുമാറിന് വോട്ട് ചെയ്യണമെന്നാണ് ഇവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. നാട്ടിലെ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തെയും പാർലമെന്ററി പ്രവർത്തനത്തെയും കാണാൻ കഴിയുന്ന ഒരാൾ തിരഞ്ഞെടുക്കപ്പെടണം എന്നതുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്ന ആളാണ് MP വീരേന്ദ്രകുമാർ എന്നതുകൊണ്ട് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള വീരേന്ദ്രകുമാറിന് വോട്ട് ചെയ്യലാണ് അഭിനവ കമ്മ്യൂണിസ്റ്റുകാരനെ വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ന് കമ്മ്യൂണിസ്റ്റുകാരായി ഞങ്ങൾ തീരുമാനിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ MP-യുടെ പ്രവർത്തനം വികസന ദാരിദ്ര്യത്തിലേക്ക് നയിച്ചുവെന്ന് വിമതർ പറയുന്നു. ചാക്ക് രാധാകൃഷ്ണൻ നടത്തിയ മലബാർ സിമന്റ്സ് അഴിമതിയിലും ശശീന്ദ്രന്റെ മക്കളുടെ ദുരൂഹമരണത്തിന് പിന്നിലും പ്രതിഷേധങ്ങൾ നടന്നപ്പോഴൊന്നും രാജേഷ് തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രകാശൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ തങ്ങൾ പിന്തുണയ്ക്കുമായിരുന്നില്ലെന്നും സോഷ്യലിസ്റ്റായ വീരേന്ദ്രകുമാറിന്റെ അനുഭവസമ്പത്ത് പാലക്കാടിന് ഗുണം ചെയ്യുമെന്നും ഒറ്റപ്പാലത്തെ വിമതർ പറയുന്നു. ഒറ്റപ്പാല ഏരിയയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് അഭിനവ കമ്മ്യൂണിസ്റ്റിനേക്കാൾ ഏറെ അനുയോജ്യൻ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള വീരേന്ദ്രകുമാറാണ്. അദ്ദേഹത്തിന് മോതിരം ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്നാണ് നിലപാട്. തങ്ങളുടെ നിലപാട് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനായി പ്രത്യേക കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കും. ഒറ്റപ്പാലത്തെ CPM വിമതർ പ്രത്യേക പാർട്ടിയൊന്നും രൂപീകരിച്ചിട്ടില്ല. CPIM എന്ന പേരിൽ തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ മാത്രം 6 വിമതർ വിജയിച്ചു. കൂടാതെ സമീപ പഞ്ചായത്തുകളിലും വിമതർക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ വിമതരുടെ നീക്കം CPM-ന് തലവേദന സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.